ഗുഡ് മോർണിംഗ്. നമ്മളിനി അടുത്ത ചാപ്റ്ററിലേക്ക് കടക്കുവാണ്. അടുത്ത ചാപ്റ്റർ എന്ന് പറയുന്നത് ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസ് ആണ്. ഈ ഒരു ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസിൽ നമ്മൾ മെയിനായിട്ട് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിനെ പറ്റി ഒരു കൺക്ലൂഷൻ വേണമെങ്കിൽ നമ്മൾ ഇവിടെ രണ്ട് ഹൈപ്പോത്തസിസ് കൺസിഡർ ചെയ്യും. ഒന്നെന്ന് പറയുന്നത് നമ്മൾ നൾ ഹൈപ്പോത്തസിസും മറ്റേത് ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസുമാണ്. സോ നമ്മൾ ഈ ഒരു നൾ ഹൈപ്പോത്തസിസ് ആണോ എടുക്കേണ്ടത്, അതോ അല്ലോ ആ ഒരു നൾ ഹൈപ്പോത്തസിസിനെ റിജക്റ്റ് ചെയ്തുകൊണ്ട് ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് ആണോ സെലക്ട് ചെയ്യേണ്ടതെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ടെസ്റ്റിംഗ് ചെയ്ത് നോക്കും. സോ അങ്ങനെ ആ ഒരു ടെസ്റ്റിങ്ങിൻ്റെ റിസൾട്ടിൻ്റെ ബേസിലായിരിക്കും നമ്മൾ ഈ ഒരു ഹൈപ്പോത്തസിസ് അക്സെപ്റ്റ് ചെയ്യണോ അതോ റിജക്റ്റ് ചെയ്യണോ നോക്കുന്നത്. ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞതേ ഉള്ളൂ. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു ചാപ്റ്ററിൽ എന്താണ് ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസ് എന്ന് കാണാം. Often a manager or a scientist or an engineer is confronted with the problem of making a decision that can produce a conclusion about some system. For example, a medical researcher may presume on the basis of experimental evidence that cigarette smoking increases the risk of cancer in humans. For arriving at conclusion, in this case, the researcher may put the postulate in the form of a proposition known as hypothesis. Procedure that lead to acceptance or rejection of this hypothesis belongs to the area of statistical methods known as statistical inference, particularly test of hypothesis. ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു, നമ്മളിപ്പം ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസ് മെയിനായിട്ട് നടത്തുന്നത് എന്തെങ്കിലും ഒരു കാര്യത്തിനെ പറ്റിയുള്ള കൺക്ലൂഷൻ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുള്ളത്, ഒരു മെഡിക്കൽ റിസർച്ചർ തൻ്റെ എക്സ്പെരിമെൻ്റൽ എവിഡൻസിൻ്റെ ബേസിൽ സിഗരറ്റ് സ്മോക്കിംഗ് കാരണം റിസ്ക് ഓഫ് ക്യാൻസർ ഹ്യൂമൻസിൽ കൂടുമെന്ന് പറഞ്ഞൊരു പ്രൊപ്പോസിഷൻ വെക്കുകയാണെന്ന് വെച്ചു. അപ്പോൾ ഇവിടെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യണോ റിജക്റ്റ് ചെയ്യണോ നടത്തില്ല. സോ ഈ ഒരു മെഡിക്കൽ റിസർച്ചർ സബ്മിറ്റ് ചെയ്ത പ്രൊപ്പോസിഷൻ അക്സെപ്റ്റ് ചെയ്യണോ റിജക്റ്റ് ചെയ്യണോ എന്നുള്ളത് നമ്മൾ ഈ ഒരു ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസിൻ്റെ ബേസിലാണ് നടത്തുന്നത്. ഈ ഒരു ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത് മെയിനായിട്ട് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസ് എന്ന് പറയുന്ന ടോപ്പിക്കിൻ്റെ കീഴിൽ വരുന്ന പോർഷനാണ്. Statistics and parameter. A parameter is a function of the population values. It's a statistical measure derived from the population. For example, population mean is a parameter. A function of the sample value is a sample statistic. It is a statistical measure derived from the sample. For example, sample mean is a statistic. Thus, statistical measures obtained from population are population parameters, while statistical measures obtained from sample are sample statistics. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ തന്നെ ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക്കും പാരാമീറ്ററും എന്താണെന്നൊക്കെ കണ്ടതാണ്. ഒരു പോപ്പുലേഷൻ്റെ ഫംഗ്ഷനെയാണ് നമ്മൾ പാരാമീറ്റർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ ഒരു സാമ്പിളിൻ്റെ ഫംഗ്ഷനെയാണ് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പോപ്പുലേഷൻ മീൻ, പോപ്പുലേഷൻ വേരിയൻസ് ഇതൊക്കെ പാരാമീറ്ററിന് എക്സാമ്പിളാണ്. അതുപോലെ സാമ്പിൾ മീൻ, സാമ്പിൾ വേരിയൻസ് ഇതൊക്കെ സ്റ്റാറ്റിസ്റ്റിക്സിന് എക്സാമ്പിളാണ്. സോ ഏതെങ്കിലും ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷർ നമ്മൾ പോപ്പുലേഷനിൽ നിന്ന് ഒബ്റ്റെയിൻ ചെയ്യുന്നതിനെയാണ് അതിൻ്റെ പാരാമീറ്റർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷർ നമ്മളതിൻ്റെ സാമ്പിളിൽ നിന്നാണ് ഒബ്റ്റെയിൻ ചെയ്യുന്നതെങ്കിൽ അതിനെ സാമ്പിൾ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയും. സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസ്. The primary objective of sample study is to draw inferences or conclusions about the statistical measure or the nature of population by examining only a part of the population known as sample. Such inferences drawn are called statistical inferences. Statistical inference is therefore a process by which we draw conclusions about the parameter or distribution of the population based on samples drawn from that population. The two main branches of statistical inferences are test of hypothesis and estimation. നമ്മൾ മെയിനായിട്ട് എന്തിനാണ് ഒരു സാമ്പിൾ എടുത്ത് സ്റ്റഡി ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, ഒരു ടോട്ടൽ പോപ്പുലേഷൻ കൺസിഡർ ചെയ്ത് സ്റ്റഡി നടത്താൻ വേണ്ടി നമുക്ക് ഡിഫിക്കൽറ്റി ഉള്ള കേസസിൽ നമ്മൾ ചെറിയ ചെറിയ സാമ്പിൾസ് ആയിട്ടൊക്കെ ഡിവൈഡ് ചെയ്തിട്ടും ആ ഒരു സാമ്പിളിൽ സ്റ്റഡി നടത്തിയിട്ടാണ് നമ്മൾ കൺക്ലൂഷൻസ് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. സോ ഈ ഒരു പാർട്ട് ഓഫ് ദ പോപ്പുലേഷനെ നമ്മൾ എന്താ പറയുന്നത്, സാമ്പിൾ എന്നാ പറയുന്നത്. സോ ഈ ഒരു സാമ്പിളിൽ നിന്ന് നമ്മൾ ഒബ്റ്റെയിൻ ചെയ്യുന്ന ഇൻഫോർമേഷൻസ് വെച്ചിട്ട് നമ്മൾ ഇൻഫറൻസസ് അല്ലെങ്കിൽ കൺക്ലൂഷൻസ് ഒബ്റ്റെയിൻ ചെയ്യും. ഈ ഒരു കൺക്ലൂഷനെ നമ്മൾ എന്ത് പറയുന്നു, സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസസ് എന്നാണ് പറയുന്നത്. ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസസ് നമുക്ക് ഈ ഒരു സാമ്പിളിൻ്റെ മാത്രമല്ല, ഒരു സാമ്പിൾ വഴി നമ്മൾ ടോട്ടൽ പോപ്പുലേഷൻ്റെ കൺക്ലൂഷൻസ് ആണ് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. സോ നമുക്ക് ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യാം. സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ്. ആ ഒരു പ്രോസസ്സിനകത്ത് നമ്മളൊരു ടോട്ടൽ പോപ്പുലേഷൻ്റെ ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ പാരാമീറ്റേഴ്സിനെ പറ്റിയുള്ള കൺക്ലൂഷൻസ് ആണ് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. അതെങ്ങനെയാണ് നമ്മൾ ഒബ്റ്റെയിൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഒരു സാമ്പിളിൻ്റെ ഹെൽപ്പോട് കൂടിയാണ്. സോ നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസിനകത്ത് രണ്ട് മെയിൻ ബ്രാഞ്ചസ് ആണുള്ളത്. ഒന്നെന്ന് പറയുന്നത് ടെസ്റ്റ് ഓഫ് ഹൈപ്പോത്തസിസും മറ്റേത് എസ്റ്റിമേഷനുമാണ്. സോ ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ മെയിനായിട്ട് പഠിക്കുന്നത്. അത് നമുക്ക് ടെസ്റ്റ് ഓഫ് ഹൈപ്പോത്തസിസ് നോക്കാം. സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റ്. Statistical test of hypothesis is a process or procedure under which a statistical hypothesis is laid down and it is accepted or rejected on the basis of a sample drawn from the population. The test conducted to accept or reject the hypothesis are known as statistical test of hypothesis.
സോ ഈ ഒരു ടെസ്റ്റ് ഓഫ് ഹൈപ്പോത്തസിസിനകത്ത് നമ്മൾ പോപ്പുലേഷനെ റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഒരു ഹൈപ്പോത്തസിസ് കൺസിഡർ ചെയ്യും. അതിനുശേഷം ഇതിനെ അക്സെപ്റ്റ് ചെയ്യണോ റിജക്റ്റ് ചെയ്യണോ എന്നുള്ളതൊക്കെ നമ്മൾ ആ ഒരു പോപ്പുലേഷനെ റിലേറ്റ് ചെയ്തിട്ടുള്ള സാമ്പിളിനെ ബേസ് ചെയ്തിട്ടാണ് നോക്കുന്നത്. ആ ഒരു അക്സെപ്റ്റ് അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ കുറച്ച് ടെസ്റ്റുകളൊക്കെ കണ്ടക്ട് ചെയ്യും. ആ ഒരു ടെസ്റ്റിനെ നമ്മൾ പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റ് ഓഫ് ഹൈപ്പോത്തസിസ് എന്നാണ്. കോമൺലി യൂസ്ഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റ് ആർ ഇസഡ് ടെസ്റ്റ്, ടി ടെസ്റ്റ്, കൈ സ്ക്വയർ ടെസ്റ്റ്, എഫ് ടെസ്റ്റ്. സോ ഈ 4 ടെസ്റ്റുകളാണ് നമ്മൾ മെയിനായിട്ട് ഈ ഒരു ടെസ്റ്റ് ഓഫ് ഹൈപ്പോത്തസിസിനകത്ത് അക്സെപ്റ്റൻസ് അല്ലെങ്കിൽ റിജക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടെസ്റ്റുകൾ. പ്രൊസീജിയർ ഫോർ ടെസ്റ്റിംഗ് ഹൈപ്പോത്തസിസ്: set up a null hypothesis H0 and an alternative hypothesis H1 appropriate to the test to be conducted. So ഒരു ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളൊരു നൾ ഹൈപ്പോത്തസിസ് H0 അതുപോലെ തന്നെ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് H1 കൺസ്ട്രക്ട് ചെയ്യണം. ഇതെന്താണെന്നൊക്കെ നിങ്ങൾക്ക് പ്രോബ്ലംസ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാവും. Second one, decide the appropriate test criterion such as Z test, T test, chi-square test, F test, etc. രണ്ടാമത് നമ്മൾ ചെയ്യേണ്ടത് ഏത് ടെസ്റ്റാണ് നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ള പ്രോബ്ലത്തിന് സ്യൂട്ടബിൾ ആയിട്ടുള്ളതെന്ന് നോക്കുക. ചിലപ്പോൾ അത് Z ടെസ്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ടി ടെസ്റ്റോ അല്ലെങ്കിൽ chi-square ടെസ്റ്റോ അല്ലെങ്കിൽ F ടെസ്റ്റോ വല്ലതും ആയിരിക്കും. സോ ഏത് ടെസ്റ്റാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് എടുക്കേണ്ടത് നോക്കുക. മൂന്നാമത്തെ കാര്യം, സ്പെസിഫൈ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ഡിസൈഡ്. യൂഷ്വലി ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് സ്പെസിഫൈഡ് is 5% or 1%. Determine suitable level of significance. In the absence of any specific instruction, it should be normally 5%. മൂന്നാമത് നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. അതിനെ നമ്മൾ സ്പെസിഫൈ ചെയ്യണം. സാധാരണ നമ്മൾ യൂഷ്വലി എടുക്കുന്ന ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ 5% ആയിരിക്കും, അല്ലെങ്കിൽ 1% ആയിരിക്കും. ഇപ്പോൾ നമുക്ക് സ്പെസിഫിക് ആയിട്ട് ഒരു ഇൻസ്ട്രക്ഷൻ തന്നിട്ടില്ലെങ്കിൽ നമ്മൾ സാധാരണ എടുക്കേണ്ട ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത് 5% ആണ്. നാലാമതായിട്ട് ചെയ്യേണ്ട കാര്യം, കാൽക്കുലേറ്റ് ദ വാല്യൂ ഓഫ് ദ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് യൂസിങ് അപ്രോപ്രിയേറ്റ് ഫോർമുല. ഇതിനുശേഷം നമ്മൾ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് കൺസിഡർ ചെയ്തു എന്ന് പറഞ്ഞല്ലോ സെക്കൻഡ് സ്റ്റെപ്പിൽ. സോ ആ ഒരു ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആ ഒരു ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കിൻ്റെ വാല്യൂ നമ്മൾ ഫോർമുല വെച്ചിട്ട് കണ്ടുപിടിക്കുക. അഞ്ചാമത്തെ സ്റ്റെപ്പ്, ദെൻ ഒബ്റ്റെയിൻ ദ ടേബിൾ വാല്യൂ ഓർ ക്രിട്ടിക്കൽ വാല്യൂ ഓഫ് ദ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് കറസ്പോണ്ടിങ് ടു ദ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ആൻഡ് ദ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. നമ്മളിപ്പം കാൽക്കുലേറ്റ് ചെയ്ത ഒരു വാല്യൂ ഉണ്ട്, അതായത് നമ്മൾ ഈ ഒരു ഫോർമുല വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്ത വാല്യൂ ഉണ്ട്. അതുപോലെ തന്നെ നമുക്കൊരു വാല്യൂ, ടേബിൾ വാല്യൂ എന്ന് പറയുന്നൊരു വാല്യൂ കിട്ടും. അതായത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സ്റ്റാറ്റിസ്റ്റിക്കൽ ടേബിളിൻ്റെ യൂസോടുകൂടി നമുക്കൊരു വാല്യൂ കിട്ടും. അതൊരു ക്രിട്ടിക്കൽ വാല്യൂ എന്നാണ് നമ്മൾ പറയുന്നത്, ആ ഒരു ടേബിളിൽ നിന്ന് കിട്ടുന്ന വാല്യൂ. ആ ഒരു വാല്യൂ നമ്മൾ നോക്കേണ്ടത് ഈ ഒരു ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് അതുപോലെ തന്നെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം വെച്ചിട്ടാണ്. അഞ്ചാമതായിട്ട് ചെയ്യേണ്ട കാര്യം, മേക്ക് ഡിസിഷൻ അബൌട്ട് അക്സെപ്റ്റിംഗ് ഓർ റിജക്റ്റിംഗ് ദ നൾ ഹൈപ്പോത്തസിസ്. ദ ഡിസിഷൻ ഡിപ്പെൻഡ്സ് ഓൺ വെദർ ദ കമ്പ്യൂട്ടഡ് വാല്യൂ ഓഫ് ദ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് falls in the acceptance region or rejection region. When the computed value of the test statistic is numerically less than the table value of the test statistic, it falls in the acceptance region, otherwise in the rejection region. നമ്മൾ മാത്തമാറ്റിക്കൽ ഫോർമുല വെച്ചിട്ടൊരു വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ടേബിളിൽ നിന്ന് നമുക്കൊരു വാല്യൂ കിട്ടി. ഇനി ഈ ഒരു രണ്ട് വാല്യൂസിൻ്റെ ബേസിൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണോ റിജക്റ്റ് ചെയ്യണോ നോക്കും. ഈ ഒരു ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ബേസിൽ നമ്മൾ കമ്പ്യൂട്ട് ചെയ്ത വാല്യൂ ടേബിൾ വാല്യൂവിനെക്കാട്ടിലും കുറവാണെങ്കിൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്യും. നേരെ മറിച്ച് നമ്മൾ കമ്പ്യൂട്ടർ ചെയ്ത വാല്യൂ ടേബിൾ വാല്യൂവിനെക്കാട്ടിലും കൂടുതലാണെങ്കിൽ നമ്മൾ റിജക്റ്റ് ചെയ്യും. സോ ഇത്രയാണ് നമ്മൾ മെയിനായിട്ട് ടെസ്റ്റിംഗ് ഹൈപ്പോത്തസിസിൽ ചെയ്യുന്നത്. ഒന്നാമതായിട്ട് നമ്മൾ ഈ ഒരു നൾ ഹൈപ്പോത്തസിസും അതുപോലെ തന്നെ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസും കൺസ്ട്രക്ട് ചെയ്യും. അതിനുശേഷം നമ്മൾ ഏത് ടെസ്റ്റ് ക്രൈറ്റീരിയ ആണോ ചൂസ് ചെയ്യേണ്ടതെന്നുള്ള രീതിയിൽ നോക്കും. പിന്നെ നമ്മൾ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ഫിക്സ് ചെയ്യും. അതിനുശേഷം നമ്മൾ ഈ ഒരു ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ ഒരു കാൽക്കുലേറ്റഡ് വാല്യൂ കണ്ടുപിടിക്കും. അതിനുശേഷം നമ്മൾ ഈ ഒരു ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസും അതുപോലെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം വെച്ചിട്ട് ടേബിളിൽ നിന്ന് വാല്യൂ ഒബ്റ്റെയിൻ ചെയ്യും. പിന്നെ നമ്മൾ ഈ ഒരു രണ്ട് വാല്യൂസിൻ്റെ ബേസിൽ അക്സെപ്റ്റ് ചെയ്യണോ റിജക്റ്റ് ചെയ്യണോ നോക്കും. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത വാല്യൂ ടേബിൾ വാല്യൂവിനേക്കാളും കുറവാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യും, നേരെ തിരിച്ച് കൂടുതലാണെങ്കിൽ നമ്മൾ റിജക്റ്റ് ചെയ്യും. Statistical hypothesis. In any test of hypothesis, we begin with some assumptions about the population from which the sample is drawn. These assumptions may be about the form of the population or about the parameters of the population. Such an assumption should be logically drawn. This assumption is called a hypothesis. നമ്മൾ ആദ്യമേ തന്നെ ഈ ഒരു ഹൈപ്പോത്തസിസിൻ്റെ ഡെഫിനിഷൻ എന്താണെന്നാണ് നോക്കുന്നത്. ഈ ഒരു ടെസ്റ്റ് ഓഫ് ഹൈപ്പോത്തസിസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ ആദ്യമേ ഈ ഒരു പോപ്പുലേഷനിൽ നിന്ന് എടുത്തിട്ടുള്ള സാമ്പിളിനെ പറ്റി കുറച്ച് അസംഷൻസ് ബിൽഡ് ചെയ്യും. ഈ ഒരു അസംഷൻസ് ഒന്നെങ്കിൽ ആ ഒരു പോപ്പുലേഷൻ്റെ പാരാമീറ്റേഴ്സിനെ പറ്റിയായിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ ഡിസ്ട്രിബ്യൂഷനെ പറ്റിയായിരിക്കും. അപ്പോൾ ഇങ്ങനെ നമ്മൾ കൺസ്ട്രക്ട് ചെയ്തെടുത്ത ഈ അസംഷനെയാണ് നമ്മൾ ഹൈപ്പോത്തസിസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എ സ്റ്റാറ്റിസ്റ്റിക്കൽ ഹൈപ്പോത്തസിസ് മേ therefore be defined as a tentative conclusion logically drawn concerning the parameter or form of the distribution of the population.
For example, the assumption the sample is drawn from a normal population with mean 40 and standard deviation 10 is a hypothesis. അപ്പോൾ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ഹൈപ്പോത്തസിസിനകത്ത് ഇങ്ങനെ പോപ്പുലേഷൻ്റെ പാരാമീറ്റേഴ്സിനെ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷനെ പറ്റിയാണ് കൺക്ലൂഷൻസ് എടുക്കുന്നതെന്ന് പറഞ്ഞു. ഇവിടെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഹൈപ്പോത്തസിസിന് ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ദ സാമ്പിൾ ഈസ് ഡ്രോൺ ഫ്രം എ നോർമൽ പോപ്പുലേഷൻ വിത്ത് മെയിൻ 40 ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 10 ഈസ് എ ഹൈപ്പോത്തസിസ്. ഇവിടെ നമ്മൾ എടുത്തിട്ടുള്ള ഹൈപ്പോത്തസിസ് അല്ലെങ്കിൽ അസംഷൻ എന്താ? ഈ ഒരു എടുത്തിട്ടുള്ള സാമ്പിൾ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ നിന്നാണ്. അതിൻ്റെ മെയിൻ 40 ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 10 എന്ന് പറഞ്ഞ് നമ്മൾ എടുത്തു. സോ ഇതെന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഹൈപ്പോത്തസിസിന് എക്സാമ്പിളാണ്. സിമ്പിൾ ആൻഡ് കോമ്പോസിറ്റ് ഹൈപ്പോത്തസിസ്. A hypothesis may be simple or composite if a hypothesis is concerning the population completely, such as functional form and the parameter, it is called simple hypothesis. If a hypothesis is not simple, then it is a composite hypothesis. For example, the hypothesis population is normal with a mean 25 and standard deviation 10 is a simple hypothesis, while the hypothesis mean of the population is equal to 25 is a composite hypothesis. നമ്മൾ ഹൈപ്പോത്തസിസിനെ തന്നെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്നെങ്കിൽ അത് സിമ്പിളായിരിക്കും അല്ലെങ്കിൽ കോമ്പോസിറ്റ് ആയിരിക്കും. ഇപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള ഹൈപ്പോത്തസിസ് ഈ ഒരു പോപ്പുലേഷൻ്റെ ഫങ്ഷണൽ ഫോം അല്ലെങ്കിൽ പാരാമീറ്ററിനെ പറ്റിയാണെങ്കിൽ നമ്മൾ അതിനെയാണ് സിമ്പിൾ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. സിമ്പിൾ ഹൈപ്പോത്തസിസ് അല്ലാത്തതെല്ലാം തന്നെ കോമ്പോസിറ്റ് ഹൈപ്പോത്തസിസ് ആയിരിക്കും. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ഒരു പോപ്പുലേഷൻ ഈസ് നോർമൽ വിത്ത് മീൻ 25 ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 10 എന്ന് പറയുന്ന ഒരു ഹൈപ്പോത്തസിസ് എടുക്കുകയാണെങ്കിൽ അത് സിമ്പിൾ ഹൈപ്പോത്തസിസ് ആയിരിക്കും. കാരണം നമ്മളിവിടെ പോപ്പുലേഷൻ്റെ ഫങ്ഷണൽ ഫോം അല്ലെങ്കിൽ അതിൻ്റെ പാരാമീറ്റേഴ്സിനെ പറ്റിയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ മീൻ ഓഫ് ദ പോപ്പുലേഷൻ ഇസ്ക്വൽ ടു 25 എന്ന് പറഞ്ഞെടുക്കുകയെന്ന് വെച്ചു. സോ ഇവിടെ ഏത് പോപ്പുലേഷൻ ആണെന്നോ അല്ലെങ്കിൽ അതിൻ്റെ ഫങ്ഷണൽ ഫോം എന്താണെന്നോ ഒന്നും നമുക്കറിയത്തില്ല. സോ നമ്മൾ ജസ്റ്റ് പറയുവാണ് മീൻ ഓഫ് ദ പോപ്പുലേഷൻ ഇസ്ക്വൽ ടു 25. സോ അങ്ങനെയുള്ളത് എന്തായിരിക്കും? അതൊരു സിമ്പിൾ ഹൈപ്പോത്തസിസ് അല്ല, കോമ്പോസിറ്റ് ഹൈപ്പോത്തസിസിന് എക്സാമ്പിളാണ്. പാരാമെട്രിക് ആൻഡ് നോൺ പാരാമെട്രിക് ഹൈപ്പോത്തസിസ്. A hypothesis which specifies only the parameters of the probability density function is called parametric hypothesis. If a hypothesis specifies only the form of the density function in the population, then it is called non-parametric hypothesis. For example, the hypothesis mean of the population is 25 is parametric, while the hypothesis population is normal is non-parametric. ഈ ഒരു ഹൈപ്പോത്തസിസിനെ തന്നെ നമുക്ക് പാരാമെട്രിക് ആൻഡ് നോൺ പാരാമെട്രിക് എന്നുള്ള രീതിയിലും ഡിഫൈൻ ചെയ്യാം. പാരാമെട്രിക് ഹൈപ്പോത്തസിസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോൾ എടുത്തിട്ടുള്ള ഹൈപ്പോത്തസിസ് ആ ഒരു പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ്റെ പാരാമീറ്ററിനെ മാത്രം ഡിഫൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ പാരാമെട്രിക് ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. നേരെ മറിച്ച് ഇപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള ഹൈപ്പോത്തസിസ് ആ ഒരു പോപ്പുലേഷൻ്റെ ഡെൻസിറ്റി ഫംഗ്ഷൻ്റെ ഏതെങ്കിലും ഒരു ഫോമിനെയാണ് സ്പെസിഫൈ ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ നോൺ പാരാമെട്രിക് ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. പാരാമെട്രിക് ഹൈപ്പോത്തസിസിൻ്റെ എക്സാമ്പിൾ എന്താണെന്ന് വെച്ചാൽ മീൻ ഓഫ് ദ പോപ്പുലേഷൻ ഈസ് 25. അപ്പം ഇവിടെ നമ്മൾ പാരാമീറ്ററിനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്. ആ ഒരു പോപ്പുലേഷൻ്റെ പാരാമീറ്ററാണ് മീൻ എന്ന് പറയുന്നത്. അത് 25 എന്ന് പറഞ്ഞെടുക്കുമ്പം അത് പാരാമീറ്ററിനെ മാത്രമേ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുള്ളൂ. സോ അത് പാരാമെട്രിക് ഹൈപ്പോത്തസിസിന് എക്സാമ്പിളാണ്. ഇനിയിപ്പോൾ നമ്മൾ പോപ്പുലേഷൻ ഈസ് നോർമൽ എന്ന് പറഞ്ഞെടുക്കുന്നെങ്കിലോ അത് നോൺ പാരാമെട്രിക് ഹൈപ്പോത്തസിസിന് എക്സാമ്പിളാണ്. കാരണം നമ്മളിപ്പോൾ എടുത്തിട്ടുള്ള ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത് ആ ഒരു പോപ്പുലേഷൻ്റെ ഡെൻസിറ്റി ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്യുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് പാരാമെട്രിക് ആൻഡ് നോൺ പാരാമെട്രിക് രീതിയിൽ ഹൈപ്പോത്തസിസിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നത്. ഇനി എന്താ നൾ ആൻഡ് ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് നോക്കാം. A null hypothesis can be defined as a statistical hypothesis which is stated for the purpose of possible acceptance. A null hypothesis is original hypothesis. Any hypothesis other than null hypothesis is called an alternative hypothesis. So, when the null hypothesis is rejected, we accept the other hypothesis known as the alternative hypothesis. ഇപ്പോൾ നൾ ഹൈപ്പോത്തസിസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ എന്താണോ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് അല്ലെങ്കിൽ നമുക്ക് എന്താണോ അക്സെപ്റ്റ് ചെയ്യേണ്ടതെന്നുള്ള രീതിയിൽ ടെസ്റ്റ് ചെയ്യേണ്ടത് അത് നമ്മൾ നൾ ഹൈപ്പോത്തസിസ് ആയിട്ട് എടുക്കുന്നത്. അതാണ് നമ്മുടെ ഒറിജിനൽ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. ഈ ഒരു നൾ ഹൈപ്പോത്തസിസിന് കോൺട്രാസ്റ്റ് ആയിട്ട് നമ്മൾ എടുക്കുന്ന ഹൈപ്പോത്തസിസിനെയാണ് നമ്മൾ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ള നൾ ഹൈപ്പോത്തസിസിനെ നമ്മൾ റിജക്റ്റ് ചെയ്യുവാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി എന്താവും? നമ്മൾ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസിനെ അക്സെപ്റ്റ് ചെയ്യും. The null hypothesis is denoted by H0 and alternative hypothesis by H1. നമ്മൾ ഈ ഒരു സിമ്പിൾ ഓർത്തിരിക്കുക. നൾ ഹൈപ്പോത്തസിസിന് H0 എന്ന് പറഞ്ഞും അതുപോലെ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസിന് H1 എന്ന് പറഞ്ഞുമാണ് ഡിനോട്ട് ചെയ്യുന്നത്. For example, we want to test whether the population mean is 65. Null hypothesis is that population mean is 65 and alternative hypothesis is that the population mean is not 65. ഇപ്പോൾ നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് പോപ്പുലേഷൻ മീൻ 65 ആണോ ഇല്ലയോ എന്നുള്ള രീതിയിലാണ് നമ്മൾ ഹൈപ്പോത്തസിസ് എടുക്കുന്നതെങ്കിൽ നമ്മുടെ ഒറിജിനൽ ഹൈപ്പോത്തസിസാണ് നമ്മൾ നൾ ഹൈപ്പോത്തസിസ് ആയിട്ട് എടുക്കുന്നത്. അതായത് നമ്മുടെ H0 എന്ന് പറയുന്നത് എന്തായിരിക്കും? പോപ്പുലേഷൻ മീൻ ഈസ് 65 എന്ന് പറഞ്ഞെടുക്കും. അതിൻ്റെ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് ആയിട്ട് നമ്മൾ എടുക്കുന്നത് പോപ്പുലേഷൻ മീൻ ഈസ് നോട്ട് 65 എന്ന് പറഞ്ഞാൽ, അതായത് അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളതാണ് നമ്മൾ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസിൽ എടുക്കുന്നത്. ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്. The decision to accept or to reject a null hypothesis is made on the basis of a statistic computed from the sample.
such a statistic is called test statistic. It follows a sampling distribution. The commonly used test statistics are T, Z, F, chi-square, etc. ഇനി നമ്മൾ എടുത്തിട്ടുള്ള ഈ ഒരു ഹൈപ്പോത്തസിസിനെ അക്സെപ്റ്റ് ചെയ്യണോ റിജക്റ്റ് ചെയ്യണോ എന്നുള്ള ഡിസിഷൻ നമ്മൾ എടുക്കുന്നത് സ്റ്റാറ്റിസ്റ്റിക്കലി കമ്പ്യൂട്ട് ചെയ്തിട്ടുള്ള കുറച്ച് സാമ്പിൾ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ബേസിസിലാണ്. ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മൾ മെയിനായിട്ട് ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് എന്നാണ് പറയുന്നത്. ഈ ഒരു സാമ്പിൾ ഡിസ്ട്രിബ്യൂഷൻ്റെ കേസിൽ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് ഏതൊക്കെയാണ്? നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ മെയിനായിട്ട് പഠിച്ചതാണ്. ടി, ഇസഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്റ്റാൻഡേർഡ് നോർമലാണ്. അപ്പോൾ ടി ഡിസ്ട്രിബ്യൂഷൻ, സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ, എഫ് ഡിസ്ട്രിബ്യൂഷൻ, കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ, ഇതൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ. Select a number of random samples of definite size from a given population and calculate some statistic from each of these samples. We find they are different in value, so sample statistic is a variable and therefore it should have a distribution. The distribution thus obtained for sample statistic is called sampling distribution. It is a probability distribution. A sample statistic is random variable and it has probability distribution called a sampling distribution of that statistic. ഇപ്പം നമ്മളൊരു റാൻഡം സാമ്പിൾ, ഒരു ഫൈനൈറ്റ് സൈസുള്ള ഒരു റാൻഡം സാമ്പിൾ പോപ്പുലേഷനിൽ നിന്ന് എടുക്കുവാണ്. അതിനുശേഷം നമ്മൾ അതിനെ ബേസ് ചെയ്ത് കുറച്ച് സ്റ്റാറ്റിസ്റ്റിക് കണ്ടുപിടിക്കുകയെന്ന് വെച്ചാൽ ഓരോ സാമ്പിളിനും. അപ്പോൾ അങ്ങനെ എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് എന്താ പ്രശ്നം പറ്റുന്നത്? ഓരോ സാമ്പിളിനും ഡിഫറെൻറ്റ് വാല്യൂസ് നമുക്ക് കിട്ടുന്നത്. സോ ഒരു സാമ്പിൾ സ്റ്റാറ്റിസ്റ്റിക് എന്ന് പറയുന്ന ഒരു വേരിയബിളാണ്. അതുകൊണ്ട് തന്നെ അതിനൊരു ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടായിരിക്കണം. ഈ ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് കിട്ടുന്നത് സാമ്പിൾ സ്റ്റാറ്റിസ്റ്റിക്കിൽ നിന്നാണ്. അതുകൊണ്ടാണ് അതിനെ സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഈ ഒരു സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന ഒരു പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ തന്നെയാണ്. ഈ ഒരു സാമ്പിൾ സ്റ്റാറ്റിസ്റ്റിക് എന്ന് പറയുന്ന ഒരു റാൻഡം വേരിയബിളാണ്. അതിന് റാൻഡം വേരിയബിൾ ആയതുകൊണ്ട് തന്നെ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. ആ ഒരു ഡിസ്ട്രിബ്യൂഷനെയാണ് നമ്മൾ ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക്കിൻ്റെ സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ കൊണ്ട് ഡിഫൈൻ ചെയ്തത്. Sampling distribution of sample mean. Sample mean is a random variable as it changes from one sample to another with a particular probability. Therefore, sample mean has a probability distribution known as sampling distribution of sample mean. ഇതുപോലെ തന്നെയാണ് സാമ്പിൾ മീനിൻ്റെ കേസിലും. ഓരോ സാമ്പിളിനും നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഓരോരോ സാമ്പിൾ മീനാണ് നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ അതൊരു റാൻഡം വേരിയബിളാണ്. അതൊരു റാൻഡം വേരിയബിൾ ആയതുകൊണ്ട് തന്നെ അതിനൊരു പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ കാണും. ആ ഒരു ഡിസ്ട്രിബ്യൂഷനെയാണ് നമ്മൾ സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സാമ്പിൾ മീൻ എന്നുകൊണ്ട് ഡിഫൈൻ ചെയ്യുന്നത്. Mean and standard deviation of such sampling distribution when the sample is large are respectively mu and sigma by root n, where mu is the population mean and sigma is the population standard deviation and n is the size of the sample. അപ്പോൾ ഈ ഒരു സാമ്പിൾ സൈസ് ലാർജ് ആയിട്ടുള്ള കേസിൽ ഇതിൻ്റെ മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് മ്യൂവും സിഗ്മ ബൈ റൂട്ട് എന്നുമാണ്. നമ്മൾ സെൻട്രൽ ലിമിറ്റ് തിയറത്തിൽ കണ്ടതാണ്. ഇവിടെ മ്യൂ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പോപ്പുലേഷൻ്റെ മീനാണ്. അതുപോലെ സിഗ്മ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ പോപ്പുലേഷൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനാണ്. എൻ എന്ന് പറയുന്നതായിരിക്കും നമ്മുടെ സാമ്പിളിൻ്റെ സൈസ്. ഇനി സ്റ്റാൻഡേർഡ് എറർ. ദ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എ സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എ സ്റ്റാറ്റിസ്റ്റിക് ഈസ് കോൾഡ് സ്റ്റാൻഡേർഡ് എറർ ഓഫ് ദാറ്റ് സ്റ്റാറ്റിസ്റ്റിക്. സ്റ്റാൻഡേർഡ് എറർ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിലും പഠിച്ചതാണ്. ഒരു സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ്റെ സ്റ്റാറ്റിസ്റ്റിക്കിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് എറർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ്റെ സാമ്പിൾ മീൻ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്തായിരിക്കും? സിഗ്മ ബൈ റൂട്ട് എൻ ആയിരിക്കും. ഇപ്പോൾ നമ്മൾ കുറച്ച് മുമ്പ് കണ്ടതാണ്. അപ്പം ഇവിടെ സിഗ്മ എന്ന് പറയുന്നത് പോപ്പുലേഷൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനാണ്. എൻ എന്ന് പറയുന്നത് സാമ്പിൾ സൈസും ആയിരിക്കും. സോ സ്റ്റാൻഡേർഡ് എറർ ഓഫ് സാമ്പിൾ മീൻ എന്ന് പറയുന്നത് എന്താ? സിഗ്മ ബൈ റൂട്ട് എൻ ആണ്. ഇനി ഒരു സ്റ്റാൻഡേർഡ് എററിൻ്റെ യൂസസ് എന്തൊക്കെയാണെന്ന് നോക്കാം. സ്റ്റാൻഡേർഡ് എറർ പ്ലേസ് എ വെരി ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ദ ലാർജ് സാമ്പിൾ തിയറി ആൻഡ് ഫോംസ് ദ ബേസിസ് ഓഫ് ദ ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസ്. Standard error is used for testing a given hypothesis. Standard error gives an idea about the reliability of the sample. The reciprocal of standard error is a measure of reliability of the sample. Standard error can be used to determine the confidence limits of population values like mean, proportion and standard deviation etc. ഇതൊക്കെ തന്നെ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിലും കണ്ടതാണ്. ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസിന് വേണ്ടി യൂസ് ചെയ്യും. അതുപോലെ തന്നെ ഒരു സാമ്പിളിൻ്റെ റിലയബിലിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ കോൺഫിഡൻസ് ഇൻ്റർവൽ പോപ്പുലേഷൻ്റെ മീൻ, പ്രൊപ്പോർഷൻ അതുപോലെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ ഒക്കെ കോൺഫിഡൻസ് ലിമിറ്റ് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഈ ഒരു സ്റ്റാൻഡേർഡ് എററാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത്. ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസിൻ്റെ ഇൻട്രൊഡക്ഷൻ മാത്രമാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നിങ്ങൾ ഇതുവരെയുള്ളത് ഈ ഒരു ഗൂഗിൾ ക്ലാസ് റൂമിൽ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഇതിൻ്റെ ബാക്കി ടോപ്പിക്സ് ഡിസ്കസ് ചെയ്യാം. താങ്ക്